ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ അധികം ഡൗൺലോഡ്സ് ഒന്നും ആയിട്ടില്ല. സോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ഏൺ ചെയ്ത് UPയിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ പേയ്മെൻ്റ് എല്ലാം പക്കയാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയുടെ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ആരും വറിയഡ് ആവേണ്ട, ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വലിയ വർക്കൊന്നും വരുന്നില്ല, സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ടെലിഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് അതുപോലെ തന്നെ ക്യാമ്പയിൻസ് എല്ലാം ടെലിഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമ്പയിൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള മണി മേക്കിംഗ് അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഓൺലൈൻ ജോബ്സ് ഒക്കെ ആദ്യം തന്നെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രം പോരാ, എല്ലാവരും മസ്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മാക്സിമം വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം 1K+ ഡൗൺലോഡ്സേ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ 4.4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ക്യാഷ് മങ്കി എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളടുത്ത് ചോദിക്കുന്നത് ലാംഗ്വേജ് ആണ്. അപ്പോൾ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കൊടുത്തുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഗ്രി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ താഴെയായിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നിട്ട് വരുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം നമ്മുടെ ഫോണിലുള്ള ഒരു മെയിൽ IDs കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് മെയിൽ ID കൊടുത്ത് സൈനപ്പ് ചെയ്യുക. അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് കണ്ടപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് കമ്പനിയുടെ ആപ്ലിക്കേഷൻ ആണെന്ന്. നമ്മുടെ ചാനലിൽ മുമ്പ് റിവ്യൂ ചെയ്ത ക്യാഷ് മാഫിയ അതുപോലെ തന്നെ ക്യാഷ് നിഞ്ച എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഇല്ലേ, അതിൻ്റെ സെയിം കമ്പനിയുടെ തന്നെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് യൂസ് ചെയ്തവർക്ക് അറിയാം പേയ്മെൻ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. സോ ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഏൺ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റേ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഒരു 200 കോയിൻസ് എങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ടെലിഗ്രാം എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ടാസ്കിനും നമുക്ക് കിട്ടുന്നത് 50 കോയിൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സൈഡിലായിട്ട് ഫോളോ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫേസ്ബുക്ക് പേജിലോട്ട് വരുന്നതായിരിക്കും. അതായത് ഈ ഒരു കമ്പനിയുടെ ഫേസ്ബുക്ക് പേജിലോട്ടാണ് റീഡയറക്റ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഫോളോ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു പേജ് ഇവിടെ ലോഡ് ആവുന്നേ ഉള്ളൂ. നെറ്റ്വർക്കിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു കമ്പനിയുടെ ഫേസ്ബുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അത്ര മാത്രം ചെയ്താൽ മതി. അതിനുശേഷം ബാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 കോയിൻസ് വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് നമ്മൾ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് വരുവാണ്. അപ്പോൾ എൻ്റെ വാലറ്റ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 50 കോയിൻസ് കറക്റ്റായിട്ട് തന്നെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള ടാസ്ക് നിങ്ങൾക്ക് സിമ്പിളായി തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സെയിം പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യുക. അതായത് ഇനി ആ ഒരു സെക്ഷനിൽ അടുത്ത ടാസ്ക് വരുന്നത് ഇൻസ്റ്റാഗ്രാം ആണ്. അപ്പോൾ ഫോളോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് വരുന്നതായിരിക്കും. അവിടെ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് 50 കോയിൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ കൊടുത്തുള്ള ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 200 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഏറ്റവും മുകളിലായിട്ട് പബ് സ്കെയിലിൻ്റെ ഒരു സെക്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇഷ്ടംപോലെ ടാസ്ക് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നേരം ഓരോ ടാസ്കിനും സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കോയിൻസ് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കൂടെ ഒരു ടാസ്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു ക്വിസിൻ്റെ ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ ചെയ്തിട്ട് ക്വിസും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടാസ്കിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 368 കോയിൻസ് ആണ്. ഓക്കെ, ഇനി കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോയിൻസ് ആഡ് ആവുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ടാസ്കിൻ്റെയും സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ടാസ്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ഫുൾ പ്രോസസ്സ് കഴിയും വരെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാനോ അതുപോലെ തന്നെ വേറെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനോ നിൽക്കരുത്. ട്രാക്കിംഗ് ആവില്ല. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്തിട്ട് മസ്റ്റായിട്ട് ഒരു 2 മിനിറ്റ് നേരം ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ വരുന്ന അടുത്തൊരു ഓപ്ഷനാണ് പ്ലേ ടൈം എന്ന് പറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പെർമിഷനും കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ടാസ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ എനിക്ക് വന്നിട്ടുള്ളത് റഷ് എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 763 കോയിൻസ് ആണ്. 1 മിനിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 കോയിൻസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പുതിയ ടാസ്കും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് പ്ലേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. ഇവിടുന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ട്രാക്കിംഗ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ച് നമ്മൾ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് വരാം. പ്ലേ ടൈമിൻ്റെ ആ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് മൈ ഗെയിംസ് എന്നൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ വരുന്നതായിരിക്കും. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്ലേ നൗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് 1 മിനിറ്റ് എങ്കിലും ഓപ്പൺ ചെയ്ത് വെക്കുക. നിങ്ങൾ എത്ര ടൈം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മിനിമം 1 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഓപ്പൺ ചെയ്യുക കേട്ടോ. 1 മിനിറ്റിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 12 കോയിൻസ് ആണ്. അങ്ങനെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നതിനനുസരിച്ചുള്ള കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഫുള്ളായി തന്നെ ആ ഒരു ടാസ്കിൽ പറഞ്ഞിട്ടുള്ള കോയിൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് 12 കോയിൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാസ്കിൽ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 763 കോയിൻസ് ആണ്. ഫുള്ളായി തന്നെ ഇതുപോലെ നിങ്ങൾ ആ ഒരു കോയിൻസ് ക്ലെയിം ചെയ്തെടുക്കുക. എത്ര ടൈം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നോ അത്രയും ടൈം ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും വേറെ ടാസ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ടാസ്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് ഓഫർ വാൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം വരുന്നത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സർവീസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു പബ് സ്കെയിലിൻ്റെ സെക്ഷൻ, പിന്നെ പ്ലേ ടൈം, അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ആ ഒരു ടാസ്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 3 ഓപ്ഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം സിമ്പിളായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കോയിൻസിന് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ സെക്ഷനിലും അതായത് ഓരോ ഓഫർ വാൾസിലും അത്യാവശ്യം ടാസ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതെല്ലാം ഒന്ന് നോക്കി നോക്കുക. പിന്നെ വരുന്നത് വീഡിയോസ് വാച്ച് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് താഴെ രണ്ടാമതായിട്ട് ഒരു ഗിഫ്റ്റ് ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഒരാളെ റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്നത് കമ്മീഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരാളെ റെഫർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ റെഫർ ചെയ്ത ഒരു ഫ്രണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് എത്ര കോയിൻസ് ആണോ ഏൺ ചെയ്യുന്നത് അതിൻ്റെ 10% ആയിരിക്കും നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതുവഴി നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് വിഡ്രോയിൽ നിന്നിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കൺട്രിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ രണ്ടാമതായിട്ട് UP എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ UP ID കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അതായത് ഇവിടെ ചോദിക്കുന്നത് UP ID, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, പിന്നെ ഫുൾ നെയിം, ഇതെല്ലാം എൻ്റർ ചെയ്തിട്ട് താഴെയായിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് മിനിമം റെഡീമായിട്ട് വരുന്നത് 25 രൂപയാണ്. 2000 കോയിൻസ് റീച്ച് ആയിട്ടുണ്ടെങ്കിൽ 25 രൂപ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ 3000 സംതിങ് കോയിൻസ് ഉണ്ടെങ്കിൽ 50 രൂപ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് 500 രൂപ വരെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു ദിവസം വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് 24 ഹവേഴ്സിനുള്ളിലാണ് അവർ സെൻഡ് ചെയ്ത് തരുന്നത്. പേയ്മെൻറ്റ് പക്കയാണ്, എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. പേയ്മെൻറ്റ് വെരിഫൈ ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷനും നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.